കോട്ടയത്ത് കള്ള ടാക്സി പിടികൂടി. ഒരേ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ച് 2 ഇന്നോവ കാറുകൾ ഓടിക്കുകയായിരുന്നു. രണ്ട് വാഹനങ്ങൾ ഒരേ നമ്പർ പ്ലേറ്റ് വെച്ച് സർവീസ് ചെയ്യുന്നത് ഒരെണ്ണം പ്രൈവറ്റായിട്ടും മറ്റൊന്ന് ടാക്സിയുമായിട്ട് അനധികൃതമായി സർവീസ് ചെയ്യുന്നു എന്നുള്ള പരാതി നമുക്ക് ലഭിച്ചിരുന്നു. ഇതിൻ്റെ ബേസിൽ ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ഈ വാഹനങ്ങളെ പറ്റിയുള്ള അന്വേഷണമാണ്. ഇപ്പോൾ 2 വാഹനങ്ങൾ ഒരുമിച്ച് കിട്ടുക എന്നുള്ളതാണ് നമ്മൾക്ക് ഈ പറയുന്ന കണ്ടെത്താനായിട്ടുള്ള ഒരു നടപടി ക്രമം മുന്നോട്ട് പോകാനൊക്കെ ഉള്ളൂ. അപ്പോൾ അത്തരത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മീനടത്ത് ഈ വാഹനങ്ങൾ ഉണ്ടെന്നുള്ള അറിയിപ്പ് നമുക്ക് ലഭിക്കുകയും ഈ വാഹനങ്ങൾ ഞങ്ങൾ കണ്ടെത്തുകയും ഈ വാഹനങ്ങൾ വ്യക്തമായി പരിശോധിക്കുകയും ചെയ്യും. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകും കോട്ടയത്ത് നിന്ന്. ടോബി, ഇത്തരത്തിൽ 2 കാറുകൾ ഒരേ നമ്പർ പ്ലേറ്റിൽ പോകുന്നു. ഇത് ആരുടേതാണ്, ഈ ഉടമകൾ ആരൊക്കെയാണ് എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വന്നോ? അമൃത, നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് KL 43A1883 എന്ന് പറയുന്ന വാഹനമാണ്, ആ നമ്പറാണ് ദുരുപയോഗം ചെയ്തിരിക്കുന്നത്. 2 വാഹനങ്ങൾക്ക്, അതായത് 2 വാഹനങ്ങൾക്ക് ഒരേ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് കള്ള ടാക്സി ഓടുന്നു എന്നുള്ള പരാതിയാണ്. അത് ടാക്സി ഡ്രൈവേഴ്സ് ആണ്, കേരളീയം ടാക്സി ഡ്രൈവേഴ്സ് ആണ് ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി നൽകിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതേ തുടർന്ന് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അന്വേഷണം നടക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് കഴിഞ്ഞ ദിവസം മീനടത്ത് നിന്ന് ഈ വാഹനങ്ങൾ 2ഉം ഒരു വീട്ടിലുണ്ട് എന്നുള്ള വിവരം പോലീസിന് MVAക്ക് മോട്ടോർ വാഹന വകുപ്പിന് ലഭിക്കുന്നത്. അതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് 2 വാഹനങ്ങളും ഒരേ നമ്പറുള്ള 2 വാഹനങ്ങളും കണ്ടെത്താൻ സാധിച്ചത്. എന്തായാലും നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇത് മീനട സ്വദേശിയായിട്ടുള്ള ജിജോ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരുള്ള വാഹനമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ഇതൊരു ക്രിമിനൽ കുറ്റം കൂടി ആയതുകൊണ്ട് തന്നെ പാമ്പാടി പോലീസും ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇത്തരത്തിൽ വ്യാജമായി ടാക്സികൾ ഓടുന്നു എന്നുള്ള പരാതി നിരന്തരമുണ്ടായിരുന്നു. ഇതിലൊരു പ്രശ്നമുള്ളത്, ഇങ്ങനെ ടാക്സി നമ്പർ തന്നെ മറ്റൊരു വാഹനത്തിനും ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും അപകടം നടന്നാൽ അത് ട്രാക്ക് ചെയ്യുക, അത് GPS ഒക്കെ ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യുമ്പോൾ ആ വാഹനം കണ്ടെത്താൻ സാധിക്കാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകുമായിരുന്നു. അത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ വ്യാപക പരാതി ഉണ്ടായിരുന്നു. എന്തായാലും ഒരു വാഹനം കണ്ടെത്തിയിരിക്കുന്നു, 2 വാഹനങ്ങൾ ഇത്തരത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. മറ്റ് നിരവധി വാഹനങ്ങൾ സമാനമായ രീതിയിൽ നിരത്തിലുണ്ട് എന്നുള്ള വിവരം കൂടി മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്നുണ്ട്. അവർക്കെതിരെയും ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. ശരി, ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.